മുഹമ്മദ് അഖ്ലാഖ്, നസീബ് ഖുറേഷി, അഫാൻ അബ്ദുൽ അൻസാരി, സാബിർ മാലിക്, അഷ്റഫ് മുനിയാർ, ഇങ്ങനെ നീളുന്ന പേരുകളിൽ ചിലതെങ്കിലും നമ്മുടെ ഓർമ്മകൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാകും. ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ വീട്ടിൽ പശുവിറച്ചി സൂക്ഷിച്ചുവെന്ന് ആരോപിച്ച് തീവ്ര ഹൈന്ദവ ചിന്താഗതിക്കാരായ ആൾക്കൂട്ടം തല്ലിക്കൊന്ന മുഹമ്മദ് അഖ്ലാഖിൻ്റെയെങ്കിലും പേര് ഓർമ്മകളിലില്ലാത്ത ആരാണ് ഉണ്ടാവുക? രാജ്യത്ത് വലിയ വാർത്താ പ്രാധാന്യവും രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായ കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണമായ മാംസങ്ങളുടെ സാമ്പിളുകളുമായി ബന്ധപ്പെട്ട് ദി പ്രിന്റ് മാഗസിൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതെ, അതൊന്നും പശുവിറച്ചി ആയിരുന്നില്ല. പശുവിറച്ചി എന്ന വെറുമൊരു ആരോപണത്തിൻ്റെ പേരിൽ അവരെയെല്ലാം തല്ലിക്കൊല്ലുകയോ ജീവച്ഛവമാക്കുകയോ ചെയ്യുകയായിരുന്നു. പശുവിനെ അറുത്ത് മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്ന് ആരോപിച്ചാണ് അഖ്ലാഖിനെ ഈദ് ആഘോഷത്തിന് 3 ദിവസം മുമ്പ് തല്ലിക്കൊന്നത്. ചെറുപ്പം മുതലേ അഖ്ലാഖിനൊപ്പം കളിച്ചു വളർന്നവർക്കും പ്രിയപ്പെട്ട അയൽവാസികൾക്കും അഖ്ലാഖിനെ തല്ലിക്കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് പശുഭക്തിയിൽ അധിഷ്ഠിതമായ ദേശീയതാവാദം അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു. അഖ്ലാഖിൻ്റെ ഭാര്യയെ വലിച്ചിഴച്ചും മാതാവിനെ ശുചിമുറിയിൽ പൂട്ടിയിടുകയും ചെയ്ത ശേഷമായിരുന്നു ആ ക്രൂരമായ കൊലപാതകം. ആൾക്കൂട്ട കൊലപാതകത്തിന് 3 മാസങ്ങൾക്ക് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ആ മാംസം ആട്ടിറച്ചിയായിരുന്നുവെന്ന് റിപ്പോർട്ട് വന്നു. ഈദാഘോഷത്തിന് കരുതി വെച്ച ആ മാംസക്കഷണം ആ കുടുംബത്തിൻ്റെ തീരാ കണ്ണീരിന് കാരണമായി മാറി. പ്രതികളെ സംരക്ഷിക്കുക ലക്ഷ്യമിട്ട് അത് പശുവിറച്ചി തന്നെയെന്ന് വരുത്തി തീർക്കാൻ ഭരണകൂടം തന്നെ സാമ്പിളുകളിൽ അട്ടിമറി നടത്താൻ ശ്രമിച്ചു. ബീഹാറിലെ ഛപ്രയിൽ ബീഫ് കൈവശം വെച്ചുവെന്ന സംശയത്തിൻ്റെ പേരിൽ ഹിന്ദുത്വവാദികൾ കൊലപ്പെടുത്തിയത് 50 വയസ്സിനോടടുത്ത് പ്രായമുള്ള നസീബ് ഖുറേഷിയെ ആയിരുന്നു. ഗ്രാമ സർപഞ്ച് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. നസീബിൻ്റെ പക്കൽ ഇറച്ചി ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തു ഇല്ലായിരുന്നു എന്നതായിരുന്നു വാസ്തവം. മുസ്ലിം പേരുകാരനായ ഒരാളെ അയാൾ പശുവിറച്ചി കൈവശം വെക്കാൻ സാധ്യതയുള്ളയാളാണ് എന്ന ഒരു മനോവിചാരത്തിൽ പോലും തല്ലിക്കൊല്ലാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു സംഭവമായി അത് മാറി. മഹാരാഷ്ട്ര സ്വദേശിയായ അഫാൻ അബ്ദുൽ അൻസാരിക്ക് അദ്ദേഹത്തിൻ്റെ 32ാം ജന്മദിനത്തിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അൻസാരിയും സുഹൃത്ത് നാസിർ ഹുസൈനും മുംബൈയിലേക്ക് മാംസം കൊണ്ടുപോകുന്ന വഴിയിൽ 11 പേരടങ്ങുന്ന സംഘം അവരെ മർദ്ദിച്ചു കൊന്നു. കണ്ടെടുത്ത മാംസം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും അതിൻ്റെ ഫലം പുറത്തു വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയാണ് ഭരണകൂടം നടത്തുന്നത്. കാലങ്ങളായി ആട്ടിറച്ചിയും എരുമയിറച്ചിയും വിൽപ്പന നടത്തുന്നവരാണ് അഫാനും കുടുംബവും. ഹരിയാനയിലെ ചർക്കി ദാദ്രി ഗ്രാമത്തിലെ വീട്ടിൽ വെച്ചാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളി 25 വയസ്സ് മാത്രം പ്രായമുള്ള സാബിർ മാലിക് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കുടിയേറ്റ തൊഴിലാളികൾ ഗ്രാമത്തിൽ ബീഫ് കഴിക്കുന്നുണ്ട് എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ആക്രമണം. വീടുകളിലെ ഇറച്ചികളുടെ സാമ്പിൾ ശേഖരിച്ച് മാലിക്കിനെ സമീപത്തെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. അന്ന് അവിടെ നിന്ന് ആക്രമി സംഘം പിടിച്ചെടുത്ത ഇറച്ചികളിൽ ഒരു സാമ്പിൾ പോലും പശുവിൻ്റേതല്ലായിരുന്നു എന്നാണ് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞത്. ഉത്തർപ്രദേശിൽ മുഹമ്മദ് ഷാഹിദീൻ കൊല്ലപ്പെടുന്നത് പശുവിനെ കൊന്നുവെന്ന സംശയത്തിൻ്റെ പേരിലായിരുന്നു. ഹരിയാനയിൽ തൻ്റെ പിക്കപ്പ് വാഹനത്തിലുണ്ടായിരുന്നത് പശുവിറച്ചിയാണെന്ന് ആരോപിച്ചാണ് ലുഖ്മാൻ ഖാനെ പശു സംരക്ഷകർ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്. വടക്കൻ ഡൽഹിയിൽ നേപ്പാളി പൗരനായ ചമൻകുമാറിനെ ആക്രമിച്ചത് അയാൾ വിൽപ്പന നടത്തിയത് പശുവിറച്ചിയാണ് എന്ന ഒരു 15 വയസ്സുകാരൻ്റെ വെറുമൊരു സംശയത്തിൻ്റെ പേരിൽ. പശുവിറച്ചി വിറ്റുവെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശിൽ നദീമിനെയും സുഹൃത്തുക്കളെയും നഗ്നരാക്കി ക്രൂരമായി ആക്രമിച്ച് ചോരയിൽ കുളിപ്പിച്ചു ബജ്രംഗ് ദൾ പ്രവർത്തകർ. ഇവിടെയെല്ലാം ഫോറൻസിക് പരിശോധനാ ഫലം അക്രമികളുടെ വാദം തള്ളിക്കളയുന്നതായിരുന്നു. ഇവയൊന്നും പശുവിറച്ചിയേ അല്ലായിരുന്നു. മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിലെ 72 വയസ്സുള്ള അഷ്റഫ് മുനിയാനെ മലേഗാവിലെ മകൾക്കായി 2 പ്ലാസ്റ്റിക് പെട്ടി നിറയെ പശുവിറച്ചിയുമായി പോകുന്നുവെന്ന സഹയാത്രികന്റെ വെറുമൊരു സംശയത്തിന്റെ പേരിലാണ് ക്രൂരമായി മർദ്ദിച്ചത്.
പശുഭക്തി ദേശരാഷ്ട്രത്തിൻ്റെ ആത്മശരീരമായി പ്രതിഷ്ഠിക്കപ്പെട്ടതിലൂടെ ഇത്തരം കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും ന്യായീകരണം നിരത്താൻ ഹിന്ദുത്വ ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദേശഭക്തരും ദേശവിരുദ്ധരും തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി അവരതിന് കൂടുതൽ പ്രചാരണം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആക്രമികൾക്ക് ഗ്രാമങ്ങളിൽ സ്വീകരണമൊരുക്കുന്നു. പശു രാഷ്ട്രീയത്തിന് ലഭിച്ച നിശബ്ദമായ പൊതുസമ്മതിയെ കൂടിയാണ് ഇത് കാണിക്കുന്നത്.